5 നിയമസഭാ മണ്ഡലങ്ങൾ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ എന്താണ് മത്സരചിത്രം എന്ന് പരിശോധിക്കുകയാണ് ഈ 2.5 മണിക്കൂർ നീളുന്ന ലൈവാത്തോണിലൂടെ. ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളായ രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്, ആരുടെയൊക്കെ കാര്യത്തിലാണ് ഇനിയും തീരുമാനമാകാനുള്ളത്, എന്തൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളാണ് ഈ മണ്ഡലങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ 5 മണ്ഡലങ്ങളിലെയും സ്റ്റാർ മണ്ഡലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് തിരുവനന്തപുരം നഗരത്തിനകത്തുള്ള വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം. വട്ടിയൂർക്കാവിൽ UDFന്റെ സ്ഥാനാർത്ഥികൾ പരിഗണിക്കപ്പെട്ടവർ ആരൊക്കെയാണ്, സാധ്യതാ പട്ടികയിൽ ആരൊക്കെ ഇടം നേടി എന്ന് നമുക്ക് തുടക്കത്തിൽ നോക്കാം. പീതാംബരക്കുറുപ്പാണ് UDFന്റെ സ്ഥാനാർത്ഥി. സാധ്യതാ പട്ടികയിൽ ഇടം നേടിയവരിൽ ഒരാളായി ഉണ്ടായിരുന്നത്. മറ്റൊരാൾ നെയ്യാറ്റിൻകര സന്നൽ, അഡ്വക്കേറ്റ് K മോഹൻകുമാർ. 3 പേരെ UDF വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയാകുന്ന കാര്യത്തിൽ പരിഗണിച്ചു. അതിൽ UDF എത്തിച്ചേരുന്ന പീതാംബരക്കുറുപ്പ് എന്ന പേരിലേക്കാണ് UDF എത്തിച്ചേരുന്നത്. അതിലെ ഔദ്യോഗികമായ പ്രഖ്യാപനം വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണ് പീതാംബരക്കുറുപ്പിന് അനുകൂലമായി മാറിയിട്ടുള്ള ഘടകങ്ങൾ എന്ന് നമുക്ക് നോക്കാം. K മുരളീധരനും രമേശ് ചെന്നിത്തലയും ഒരുപോലെ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥി വ്യക്തി എന്ന നിലയിലാണ് പീതാംബരക്കുറുപ്പിനെ സ്ഥാനാർത്ഥിത്വം തെളിഞ്ഞു വരുന്നത്. വട്ടിയൂർക്കാവിൽ അതേതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. നായർ സമുദായ സ്വാധീനം ഇതൊരു പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട്. പീതാംബരക്കുറുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ ഘടകങ്ങളിൽ ഒന്നായി അത് മാറിയിട്ടുണ്ട്. നായർ സമുദായത്തിന് സ്വാധീനമുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. K മുരളീധരൻ പ്രതിനിധീകരിച്ചിരുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പീതാംബരക്കുറുപ്പിന്റെ പേര് നിർദ്ദേശിച്ചതും മുന്നോട്ട് വെച്ചതും K മുരളീധരനാണ്. അതിന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പിന്തുണയും ഉണ്ടായിരുന്നു. ഇതെല്ലാം പീതാംബരക്കുറുപ്പിന് അനുകൂലമായി മാറി. പ്രാദേശിക നേതാക്കൾ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. അദ്ദേഹത്തിന് ചെറുപ്പക്കാരായി ഒരാൾ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരണമെന്നതായിരുന്നു അവരുടെ ആവശ്യം. നെയ്യാറ്റിൻകര സനലിന് വേണ്ടിയും ആവശ്യങ്ങളുണ്ടായി. എന്നാൽ ഐ വിഭാഗത്തിൻ്റെ സീറ്റ് എന്ന നിലയിൽ അതും ഒരു കാരണമായി നിന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് K മോഹൻകുമാറിൻ്റെ സാധ്യതയെ ഈ ഘട്ടത്തിൽ നമുക്ക് തള്ളിക്കളയാറായിട്ടില്ല. കാരണം ആരായിരിക്കും വട്ടിയൂർക്കാവിലെ UDF സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. പീതാംബരക്കുറുപ്പിൻ്റെ പേര് വളരെ സജീവമായി പരിഗണിക്കപ്പെട്ടിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ K മോഹൻകുമാറിനും തുല്യമായ പ്രാധാന്യം നൽകുന്നുണ്ട് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ. മുൻ DCC പ്രസിഡന്റായ K മോഹൻകുമാർ മണ്ഡല പരിചയമുണ്ട്, അദ്ദേഹത്തിന് സാമുദായിക പരിഗണനയുമുണ്ട്. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് K മോഹൻകുമാർ ആയിരിക്കാം ഒരുപക്ഷെ വട്ടിയൂർക്കാവിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി രംഗത്തു വരാൻ പോകുന്നത്. ഏതായാലും പീതാംബരക്കുറുപ്പിനും അഡ്വക്കേറ്റ് K മോഹൻകുമാറിനും തുല്യ സാധ്യത കൽപ്പിക്കപ്പെടുന്നു. വട്ടിയൂർക്കാവിലെ UDF സ്ഥാനാർത്ഥി ആരാകുമെന്ന കാര്യത്തിൽ പീതാംബരക്കുറുപ്പിനെതിരെ ചില പ്രതികൂല ഘടകങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പ്രാദേശിക നേതൃത്വത്തിനുള്ള എതിർപ്പാണ്. ആ എതിർപ്പ് നേതാക്കളെ പരസ്യമായി അറിയിക്കുന്ന സാഹചര്യവും ഉണ്ടായി. പ്രത്യേകിച്ച് KPCC തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നതിന് മുൻപ് തന്നെ നേതാക്കളോട് പീതാംബരക്കുറുപ്പിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനുള്ള എതിർപ്പ് പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ അഡ്വക്കേറ്റ് K മോഹൻകുമാറിനും തുല്യമായ പരിഗണന വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് UDF കോൺഗ്രസ് നൽകുന്നുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കാം. അതിന് തൊട്ട് മുൻപ് NDA ആരൊക്കെ പരിഗണിക്കുന്നു. വട്ടിയൂർക്കാവ് BJPയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള മണ്ഡലമാണ്. BJP പ്രതീക്ഷയർപ്പിക്കുന്ന ഈ 5 മണ്ഡലങ്ങളിൽ ഒന്നാണ് വട്ടിയൂർക്കാവ്. 2ാം സ്ഥാനത്ത് BJP നിൽക്കുന്നു എന്നത് BJPയെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. അവിടെ നായർ സമുദായത്തിൻ്റെ സ്വാധീനമുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അവിടെ കുമ്മനം രാജശേഖരൻ, VV രാജേഷ്, അഡ്വക്കേറ്റ് S സുരേഷ് എന്നിങ്ങനെ 3 പേരെയാണ് BJP പരിഗണിച്ചിരുന്നത്. കുമ്മനം രാജശേഖരൻ മത്സര രംഗത്തേക്ക് വരാൻ താല്പര്യമില്ല എന്ന് പരസ്യമായി നിലപാടെടുത്തിരുന്നു. അതേസമയം തന്നെ ജില്ലാ നേതൃത്വം കുമ്മനം രാജശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്തൊക്കെയാണ് കുമ്മനം രാജശേഖരന് വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാകുന്നതിന് അനുകൂലമായി ഇപ്പോൾ നിൽക്കുന്ന ഘടകം? തിരഞ്ഞെടുപ്പിൽ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം, വിശ്വാസി സമൂഹത്തിനിടയിലെ സ്വീകാര്യത, BJPയിലെ ഏറ്റവും സ്വീകാര്യതയുള്ള നേതാക്കളിൽ ഒരാൾ തുടങ്ങി ഒട്ടേറെ അനുകൂല ഘടകങ്ങൾ കുമ്മനം രാജശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ അദ്ദേഹം സ്വമേധയാ സ്ഥാനാർത്ഥി മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പുതിയ ആളുകൾക്ക് അവസരം നൽകണമെന്ന നിലപാട് കുമ്മനം രാജശേഖരൻ സ്വീകരിച്ചിട്ടുണ്ട്. പരസ്യമായി അദ്ദേഹം സ്വീകരിച്ച നിലപാട് ഇതാണ്. എങ്കിലും ജില്ലാ നേതൃത്വത്തിൻ്റെ സമ്മർദ്ദമേറിയാൽ കുമ്മനം രാജശേഖരൻ തന്നെ വട്ടിയൂർക്കാവിൽ NDA സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ടാകും എന്ന് ആണ് കരുതുന്നത്. അതല്ലെങ്കിൽ രണ്ടാമത് നറുക്കു വീഴാൻ സാധ്യതയുള്ളത് VV രാജേഷിനാണ്. മണ്ഡലത്തിൽ പരിചിതനായ വ്യക്തിയാണ് VV
രാജേഷ് 2011 വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു. ചാനൽ ചർച്ചകളിലെ സ്ഥിര സാന്നിധ്യമാണ്. യുവ നേതാവ് എന്ന പരിഗണന വി രാജേഷിന് അനുകൂല ഘടകമായി നിൽക്കുന്നുണ്ട്. ആരായിരിക്കും NDA സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുന്നു. അഡ്വക്കേറ്റ് എസ് സുരേഷിന്റെ പേരും ഇതോടൊപ്പം തന്നെ പരിഗണിക്കപ്പെടുന്നുണ്ട്. അഡ്വക്കേറ്റ് എസ് സുരേഷിനും സമാനമായ രീതിയിൽ പല അനുകൂല ഘടകങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ കുമ്മനം രാജശേഖരനും വി രാജേഷും കഴിഞ്ഞുള്ളൊരു സാധ്യതയെ ഈ കാര്യത്തിൽ എസ് സുരേഷിന് നൽകാനാകും. പാർട്ടി ജില്ലാ അധ്യക്ഷനാണ്. പ്രവർത്തകർക്കിടയിലെ സ്വീകാര്യത, ചാനൽ ചർച്ചകളിലെ സാന്നിധ്യമായ അഡ്വക്കേറ്റ് സുരേഷ് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യവുമുണ്ട്. ഇതെല്ലാം തന്നെ അഡ്വക്കേറ്റ് എസ് സുരേഷിന് വട്ടിയൂർക്കാവിൽ NDA സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വഴി തുറക്കാൻ സാധ്യതയൊരുക്കുന്നു. ഇടതുമുന്നണി വട്ടിയൂർക്കാവിൽ അവരുടെ സ്ഥാനാർത്ഥിയാക്കാൻ പരിഗണിച്ചിരുന്ന പേരുകളിൽ അഡ്വക്കേറ്റ് VK പ്രശാന്ത് തിരുവനന്തപുരം നഗരസഭാ മേയർ, ഒപ്പം തന്നെ KS സുനിൽകുമാർ, VK മധു, ഈ 3 പേരെയാണ് ഇടതുമുന്നണി വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ അവരുടെ സ്ഥാനാർത്ഥിയാകാൻ പരിഗണിച്ച സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയവർ ഇവർ 3 പേരാണ്. അതിൽ VK പ്രശാന്ത് തിരുവനന്തപുരം നഗരസഭാ മേയർ വട്ടിയൂർക്കാവിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകും. എന്തൊക്കെ ഘടകങ്ങളാണ് VK പ്രശാന്തിന് അനുകൂലമായി മാറിയിട്ടുള്ളത്? തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പ്രളയകാലത്ത് VK പ്രശാന്ത് നടത്തിയ ഇടപെടലുകൾ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള പ്രതിച്ഛായ ഏറ്റവും അനുകൂല ഘടകമായി VK പ്രശാന്തിന് മുന്നിലുണ്ട്. പാർട്ടിക്കകത്തെ പൊതു സ്വീകാര്യത, നഗരസഭാ മേയർ എന്ന നിലയിൽ അദ്ദേഹം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരം, ഇങ്ങനെ തുടങ്ങി ഒരു മികച്ച പ്രതിച്ഛായ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞത് VK പ്രശാന്തിനെ സംബന്ധിച്ച് വട്ടിയൂർക്കാവിൽ CPIM-ന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിച്ച ഏറ്റവും അനുകൂലമായ ഘടകങ്ങളാണ്. മറ്റ് സാമുദായിക പരിഗണനകളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് VK പ്രശാന്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് CPIM എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ ഒരു പോരാട്ടത്തിന് തയ്യാറെടുത്തിരിക്കുന്നു എന്ന ഒരു സന്ദേശവും VK പ്രശാന്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ CPIM നൽകുന്നുണ്ട്. ഈ അനുകൂല ഘടകങ്ങൾ വോട്ടുകളായി മാറുമോ എന്നതാണ് VK പ്രശാന്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ഇടതുമുന്നണിയെ സംബന്ധിച്ച്. ഏതായാലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ അതിന്റെ വോട്ടിംഗ് പാറ്റേൺ ഏത് നിലയിലാണ് എന്ന് നോക്കാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM-ന്റെ ഏറ്റവും കരുത്തനായ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജനെ മലർത്തിയടിച്ച് K മുരളീധരൻ വടകരയുടെ MP ആയതോടെയാണ് വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നിരിക്കുന്നത്. 3 മുന്നണികൾക്കും ഒരുപോലെ ശക്തിയുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് വേദിയാകാൻ പോകുന്ന വട്ടിയൂർക്കാവിന്റെ രാഷ്ട്രീയ സ്വഭാവം എന്താണെന്ന് നോക്കാം. 2008 പുനഃസംഘടനയോടെയാണ് തിരുവനന്തപുരം നോർത്ത് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലമായത്. നോർത്തിനൊപ്പമുണ്ടായിരുന്ന ഉള്ളൂർ, കടകംപള്ളി എന്നീ പഞ്ചായത്തുകൾക്ക് പകരം $7,622 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് മുരളീധരൻ 2ാം തവണയും വട്ടിയൂർക്കാവിന്റെ MLA ആയത്. TN സീമ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് CPIM-ന് കനത്ത തിരിച്ചടിയായി. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ കുമ്മനം രാജശേഖരനേക്കാൾ 2836 വോട്ടുകൾ നേടി UDF സ്ഥാനാർത്ഥി ശശി തരൂർ മുന്നിലെത്തി. മണ്ഡലത്തിലെ 80% വോട്ടർമാരും ഭൂരിപക്ഷ സമുദായാംഗങ്ങളാണ്. 3 മുന്നണികൾക്ക് ഒരുപോലെ പ്രതീക്ഷ നൽകുന്ന ഈ വോട്ടുകളാണ് വട്ടിയൂർക്കാവിനെ എന്നും പ്രവചനാതീതമാക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24.
വട്ടിയൂർക്കാവ് അതിശക്തമായ മത്സരം ഇത്തവണ കാഴ്ചവെക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇടതു മുന്നണി അവരുടെ തുറുപ്പ് ചീട്ട് തന്നെയാണ് അവിടെ ഇറക്കിയിരിക്കുന്നത്. കാരണം മറ്റേത് സാധ്യത ആരാഞ്ഞാലും വേറൊരു സ്ഥാനാർത്ഥി അവിടെ ഇടതു മുന്നണിക്ക് ഒരു മത്സരം കാഴ്ചവെക്കാൻ അവതരിപ്പിക്കാനില്ല എന്നത് യാഥാർത്ഥ്യമാണ്. മറ്റ് ഈ പറഞ്ഞു കേട്ട പേരുകളിൽ ഏത് പേരുകളെക്കാളും മുന്നിൽ പ്രശാന്തിൻ്റെ പേര് അവതരിപ്പിക്കാൻ കഴിയും. കാരണം ഈ സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ പരമാവധി ഉയർന്നു നിൽക്കുന്നു എന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയം മറ്റ് ഈ സാമുദായിക രാഷ്ട്രീയത്തിനപ്പുറത്ത് ഞങ്ങൾ ആ മട്ടിലല്ല കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതെന്ന് CPM-ന് പറഞ്ഞു പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. മറ്റൊന്ന് ഈ വിഭാഗീയത, ഏറ്റവും ശക്തമായ വിഭാഗീയത CPM-നുള്ളിൽ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് വട്ടിയൂർക്കാവ് അടക്കമുള്ള തിരുവനന്തപുരം ജില്ല മൊത്തത്തിൽ. ആ പ്രശ്നം അതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ്, പ്രത്യേകിച്ച് പേരൂർക്കട അടക്കമുള്ള പ്രദേശങ്ങളാണ്. ആ സാഹചര്യത്തെ അതിജീവിക്കാനും കഴിയുന്ന പൊതുസ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി എന്നത് പ്രശാന്തിനെ ആ മട്ടിൽ പ്രശാന്തിനെ അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അത് തന്നെ പറയണമല്ലോ, മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇടതു മുന്നണിക്ക് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയും എന്നതായാലും ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് ഒപ്പത്തിനൊപ്പമുള്ള ഒരു മത്സരം അവിടെ നടക്കും. നമ്മൾ എറണാകുളത്ത് അഡ്വക്കേറ്റ് മനൂർ റോയിയുടെ മത്സരത്തെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ അത്തരമൊരു മത്സരത്തിന് ഇടതുമുന്നണിക്ക് അവർ റിസ്ക് എടുക്കാം. അതേ അവസ്ഥയാണ് വട്ടിയൂർക്കാവില് CPM-നുള്ളത്. ഒരു പരീക്ഷണത്തിന് എല്ലാ തരത്തിലും കഴിയും. നിലവിൽ മൂന്നാം സ്ഥാനത്താണ്. അവിടെ നിന്ന് ഉണ്ടാകുന്ന മുന്നേറ്റം എന്തും CPM-നെ സംബന്ധിച്ച് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം നേട്ടം തന്നെയാണ്. അതിൽ പിന്നോട്ട് പോകാതിരുന്നാൽ മതി. സ്വാഭാവികമായും അവിടെ ഒരു ത്രികോണ മത്സരത്തിന്, അതിശക്തമായ മത്സരത്തിന് കളമൊരുക്കിക്കൊണ്ട് തന്നെയാണ് പ്രശാന്തിനെ രംഗത്തിറക്കിയിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. എനിക്ക് തോന്നുന്നത് അവിടെ ആനാവൂർ നാഗപ്പൻ ജില്ലാ സെക്രട്ടറിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് കടകംപള്ളി സുരേന്ദ്രന് ഒരു പേര് പറയാനുണ്ടായിരുന്നു. ഒടുവിൽ ഒരുപക്ഷെ കടകംപള്ളി നിർദ്ദേശിച്ചത് തന്നെ ആയിരിക്കാം VK പ്രശാന്തിന്റെ കാര്യത്തിൽ നടന്നത്. അതിനൊരു പല കാരണം. കാരണം അദ്ദേഹം ഇപ്പം VK പ്രശാന്ത് പാർട്ടിയുടെ ഒരു സംഘടനാ തലത്തിൽ നോക്കിയാൽ അദ്ദേഹം താഴെത്തട്ടിലുള്ള ഒരാളാണ്. അദ്ദേഹം പക്ഷേ അവിടെ അദ്ദേഹം വഹിക്കുന്ന ചുമതല മേയറാണ് എന്ന് ഒഴിച്ചാൽ അദ്ദേഹത്തിന് ഈ 1.5 വർഷത്തിന് ശേഷം നടക്കുന്ന ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഈ റോൾ നിർവഹിക്കാൻ ഉണ്ടാവില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ഒന്നത് സംവരണമാവുന്നു, ഇനി തുടർന്നങ്ങോട്ട് അങ്ങനെ കോർപ്പറേഷന് മാറ്റം വരുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയെ മുതലെടുക്കാൻ CPM-ന് കിട്ടുന്ന ഏറ്റവും മികച്ച അവസരം ഈ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അത് അവർ മുതലെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അതേസമയം നേരത്തെ പറഞ്ഞ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ആദ്യഘട്ടത്തിൽ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ അവിടെ പ്രസക്തമാണ്. കാരണം അത് ഒരു നായർ ഭൂരിപക്ഷ മണ്ഡലമാണ്. നായർ സമുദായം കഴിഞ്ഞ പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിന് ശേഷം ഇടഞ്ഞു നിൽക്കുന്നു ഇടതു മുന്നണിയോട് എന്ന യാഥാർത്ഥ്യം അവിടെയുണ്ട്. പിന്നെ BJP-ക്ക് തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. അതൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് അവിടെ ഒന്നാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യവുമുണ്ട്. ശരി അർഷൻ, ഞാൻ വരാം. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ഉണ്ട് നമ്മളോടൊപ്പം. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, സാമുദായിക ഘടകങ്ങൾ ഏറെ സ്വാധീനം ചെലുത്തുന്ന വട്ടിയൂർക്കാവിൽ VK പ്രശാന്തിനെ രംഗത്തിറക്കിയിരിക്കുകയാണ് ഇടതുമുന്നണി. അത് നൽകുന്ന സന്ദേശം എന്താണ്? അത് രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യുമോ? എങ്ങനെയാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തെ താങ്കൾ വിലയിരുത്തുക? അപ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഈ മണ്ഡലത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ സ്ഥാനാർത്ഥികളുടെ സാധ്യതകളെ പറ്റി പറഞ്ഞ കുറേ പേരുകൾ പറഞ്ഞു. അതായത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും CPM-ൻ്റെയും BJP-യുടെ ഒക്കെ. ഇതിലൊക്കെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത പറയാനുള്ള രണ്ടുപേരേ ഉള്ളൂ. അതിലൊന്ന് കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയാകുന്നെങ്കിൽ അദ്ദേഹത്തിന് അവിടെയുള്ളൊരു വലിയ സ്വാധീനം, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ജനപിന്തുണ. രണ്ടാമത് അത്തരത്തിൽ വ്യക്തിപരമായ ഒരു അനുകൂല ഘടകം അല്ലെങ്കിൽ ഒരു പ്രത്യേകതകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരാൾ PK പ്രശാന്താണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഞാൻ വ്യക്തി എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. അദ്ദേഹം കോർപ്പറേഷൻ മേയർ എന്ന നിലയിൽ വട്ടിയൂർക്കാവിൻ്റെ ഒരു നല്ല കുറേ ഭാഗങ്ങൾ കോർപ്പറേഷൻ്റെ ഭാഗമാണ്. പഴയ നോർത്താണ്, തിരുവനന്തപുരം നോർത്താണ് വട്ടിയൂർക്കാവ് മണ്ഡലമായിട്ട് മാറിയത്. നിങ്ങൾ പറഞ്ഞ മോഹൻകുമാർ ഇവിടെ നേരത്തെ ഈ മണ്ഡലത്തിൽ ജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് കോർപ്പറേഷൻ മേയർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് രണ്ട് പ്രളയ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ എടുത്ത ഒരു ഇനിഷ്യേറ്റീവ്സൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ്. നല്ലൊരു വ്യക്തിയാണ്. ഈ CPM-ലെ ചില നേതാക്കൾക്ക് സഹജമായിട്ടുള്ള ധാർഷ്ട്യമൊന്നുമില്ലാത്ത, വളരെ നമ്മുടെ അയൽ വീട്ടിലെ ഒരു അനിയനായിട്ടോ ഒരു ജ്യേഷ്ഠനായിട്ടോ അല്ലെങ്കിൽ മകനായിട്ടോ ഒക്കെ കരുതാൻ പറ്റുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സ്വീകരിക്കുന്ന ആളാണ് ഞാൻ വ്യക്തിപരമായിട്ട്. പക്ഷേ നമ്മൾ അരൂരിലെ സാമുദായിക ഘടകങ്ങളെ പറ്റി പറഞ്ഞു, കോന്നിയിലെ പറഞ്ഞു, എറണാകുളത്തെ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴും തിരുവനന്തപുരം വളരെ വ്യത്യസ്തമായ ഒരു മണ്ഡലമാണ്. ഇത് ഒരു
ഭൂരിപക്ഷമുള്ള മണ്ഡലമെന്നോ അല്ലെങ്കിൽ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള മണ്ഡലമെന്നോ എന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് ആ ഒരു സാമുദായിക പരിഗണനക്കപ്പുറത്തൊരു എൻ്റെ ഒരു വാക്കാണ്, അതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, കുറേ കൂടെ വ്യക്തമായി ഹൈന്ദവ മനസ്സുള്ള ഒരു മണ്ഡലമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം അതാണ് ആ മണ്ഡലം. അങ്ങനെയാണ് കഴിഞ്ഞ കേരളവർമ്മ മുതൽ പിന്നെ ഇവിടെ BJPയുടെ അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രീയത്തിൻ്റെ ഹൈന്ദവ രാഷ്ട്രീയത്തിൻ്റെ ഒരു തല ഉയർത്തിപ്പിടിച്ച കേരളവർമ്മ മുതൽ ഇങ്ങോട്ട് മത്സരിച്ച BJPയുടെ സ്ഥാനാർത്ഥികൾക്കൊക്കെ അല്ലെങ്കിൽ ഹിന്ദു മണ്ഡലത്തിൻ്റെ കേരളവർമ്മയുടെ സ്ഥാനാർത്ഥിത്വം തൊട്ട് ഇങ്ങോട്ട് BJP അല്ലെങ്കിൽ ഹൈന്ദവ രാഷ്ട്രീയത്തിന് വലിയ ഒരു വേരോട്ടം കിട്ടിയ ഒരു മണ്ഡലമാണ് ഇത്. അതുകൊണ്ടാണ് കുമ്മനം രാജശേഖരൻ്റെ അവിടെ ഒരു പ്രസക്തി ഉണ്ടാകുന്നത്. കുമ്മനം രാജശേഖരനെ അവിടെ ഏറ്റവും നല്ല, അപ്പം നമ്മൾ ഈ വോട്ടിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ മുരളിക്ക് അവിടെ 7600 വോട്ടിൻ്റെ ഭൂരിപക്ഷം അസംബ്ലിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ 2019 ആയപ്പോഴത്തേക്ക് ശശി തരൂരിനെ പോലുള്ളൊരു വ്യക്തിത്വം, ഒരു വിശ്വമാനവികൻ എന്നൊക്കെ പറയാവുന്ന ഒരു വ്യക്തിത്വം മത്സരിക്കുമ്പോൾ 2600 3000-ന് താഴെയാണ് എന്നുള്ളത് ആലോചിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഒരു പ്രത്യേക സാമുദായിക സവിശേഷതകൾ ഒരുപക്ഷേ നമുക്ക് പ്രശാന്തിന് ഗുണകരമാണെന്ന് എനിക്ക് തോന്നില്ല. പക്ഷേ പ്രശാന്തിനെ സംബന്ധിച്ചോളം ഞാൻ പറയുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഓർക്കുന്നത് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ശ്രീ M. വിജയകുമാർ സ്ഥാനാർത്ഥിയാകുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ചർച്ചകളിലൊക്കെ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ മണ്ഡലം അന്ന് ശബരി ജയിക്കാനാണ് സാധ്യത. കാർത്തികേയൻ മരിച്ചതിൻ്റെ തുടർന്നുള്ളൊരു പശ്ചാത്തലമുണ്ട്. അവിടെ M. വിജയകുമാർ മത്സരിക്കുകയാണെങ്കിൽ മത്സരിച്ച് തോറ്റാൽ അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലെ ഒരു വലിയ തടസ്സം നേരിടാനുള്ള സാധ്യതകൾ നമ്മളന്ന് പലരും പറഞ്ഞിരുന്നു. അത് ഇവിടെ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് തോൽക്കുകയാണെങ്കിൽ അത് പ്രശാന്തിനെ സംഭവിക്കും. പ്രശാന്ത് ചെറുപ്പക്കാരനാണ്, ഇനിയും അവസരമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമായ കഴക്കൂട്ടത്ത് നിന്ന് മത്സരിച്ച് ജയിച്ച് നിയമസഭയിൽ വരേണ്ടിയിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്, പലരും കണ്ടിരുന്നത്. പക്ഷേ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, അവിടെ കടകംപള്ളി സുരേന്ദ്രൻ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്. അദ്ദേഹം അവിടെ സജീവ സാന്നിധ്യമാണ്. അതിനപ്പുറത്ത് അവിടെ പാർട്ടി തലത്തിൽ നോക്കിയാൽ തീർച്ചയായും സംഘടനാ തലത്തിൽ തന്നെ ആയിരിക്കുമല്ലോ പരിഗണിക്കുക. അവിടെ ഏരിയ കമ്മിറ്റി അംഗം മാത്രമാണ് പ്രശാന്ത്. ആ മട്ടിലുള്ള ഒരു പരിഗണന പ്രശാന്തിന് കിട്ടുമോ? ഹർഷൻ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം കടകംപള്ളിയൊക്കെ നമ്മുടെ ഒരു സുഹൃത്തായതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അവിടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി ഇപ്പോൾ ജില്ലയിലെ ഏറ്റവും വേരോട്ടമുള്ളൊരു നേതാവായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന് ജില്ലയിൽ എവിടെ വേണേൽ മത്സരിക്കാം, സിറ്റിയിലുള്ളൊരു മണ്ഡലത്തിൽ മത്സരിക്കാം. അപ്പോൾ അവിടെ നമുക്ക് പ്രശാന്ത് ഏരിയ കമ്മിറ്റിയിലുള്ള ആളായിക്കോട്ടെ, ഇപ്പോൾ മനു റോയ് ഏത് കമ്മിറ്റിയിലുള്ള ആളാണ്, ഒരു സ്വതന്ത്രനായിട്ട് മത്സരിപ്പിക്കുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹം കഴക്കൂട്ടക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ അവിടെ ഉണ്ടാക്കിയ വേരോട്ടം, ഇത് കണക്കിലെടുക്കുമ്പോൾ കഴക്കൂട്ടത്ത് നിന്ന് ജയിച്ചു വരാവുന്നൊരു സ്ഥാനാർത്ഥിയായിരുന്നു. ഇവിടെ വട്ടിയൂർക്കാവ് പോലെ വളരെ ദുഷ്കരമായ ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പറയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സാധ്യതയാണ് നഷ്ടപ്പെടുന്നത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ മണ്ഡലത്തിൽ സാമുദായിക ചിന്തകൾ, അതിനപ്പുറത്ത് ഞാൻ പറഞ്ഞല്ലോ ഹൈന്ദവ രാഷ്ട്രീയത്തോട് വേണമെങ്കിൽ ഹൈന്ദവ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാൻ മനസ്സുള്ളൊരു വലിയ സമൂഹം ഉള്ളൊരു മണ്ഡലത്തിൽ ഇവിടെ സാമുദായിക വ്യക്തമാണ്. നമുക്ക് എന്തായാലും ഈ കണക്കുകൾ, വോട്ട് കണക്ക് കൂടി വളരെ വേഗത്തിൽ പരിശോധിച്ചതിന് ശേഷം താങ്കളിലേക്ക് വരാം. അത് 2016-ലും 2019-ലും എങ്ങനെയാണ് വോട്ട് മാറി നിന്നത്, അതുപോലെ കെ മുരളീധരൻ 2016-ൽ എങ്ങനെയാണ് വിജയിച്ചത് എന്നതുകൂടി പരിശോധിക്കാം. ഭൂരിപക്ഷം 7622 വോട്ടുകളായിരുന്നു. നേടിയ വോട്ടുകൾ 51,322 വോട്ടുകളുമായിരുന്നു എന്നതാണ്. കെ മുരളീധരന് അവിടെ മികച്ച വിജയം നേടാൻ കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. BJP അവിടെ ത്രികോണ മത്സരമൊക്കെ കാഴ്ചവെച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെ വലിയ ഭൂരിപക്ഷത്തിലേക്ക് ആ ഒരു ത്രികോണ മത്സരത്തിൽ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ഭൂരിപക്ഷമല്ല, മികച്ച ഭൂരിപക്ഷം താരതമ്യേന വട്ടിയൂർക്കാവ് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു. 2016-ൽ 51,322 വോട്ടുകളാണ് കെ മുരളീധരൻ അവിടെ നേടിയത്. 2019-ൽ അവിടെ ശശി തരൂരിന് നേടാൻ കഴിഞ്ഞത് 53,545 വോട്ടുകളാണ്. അതും ശ്രദ്ധേയമാണ്. ഈ ഭൂരിപക്ഷം കുറഞ്ഞു എന്ന് പറയുമ്പോൾ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. 2016-ൽ ലഭിച്ചതിനേക്കാൾ 2019-ൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ശശി തരൂരിന് എന്ന യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. NDAക്ക് 2016
2016 40,441 വോട്ടുകളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞതെങ്കിൽ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കുമ്പോൾ 50,709 വോട്ടുകളായി അത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇടതു മുന്നണിക്ക് 2016 TN സീമ ഇവിടെ മത്സരിക്കുമ്പോൾ 43,700 വോട്ടുകൾ നേടാൻ കഴിഞ്ഞെങ്കിൽ 2019 സി ദിവാകരൻ മത്സരിക്കുമ്പോൾ അവിടെ ഇടതു മുന്നണിക്ക് 29,414 വോട്ടുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. വലിയ ഇടിവ് ഇടതുമുന്നണിയുടെ വോട്ടിലുണ്ടായിരിക്കുന്നു. തീർച്ചയായും ശബരിമല അടക്കമുള്ള വിഷയങ്ങളോട് പ്രതിഫലിച്ചിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു ഹിന്ദു മനസ്സുള്ള മണ്ഡലമാണ് എന്നത് അത് വളരെ പ്രകടമായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ എന്നത് യാഥാർത്ഥ്യമാണ്. 2006 മുതൽ അങ്ങോട്ട് നോക്കിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനം പരിശോധിച്ചാൽ 2011 നോക്കൂ, ഇത് ഹിന്ദു മനസ്സുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ 2011 11.98% വോട്ട് മാത്രമാണ് അവിടെ NDAക്ക് ഉണ്ടായിരുന്നത്. 35.84% വോട്ടാണ് ഇടതുമുന്നണിക്കുണ്ടായിരുന്നത്. 50.19% വോട്ടാണ് അവിടെ UDFനുണ്ടായിരുന്നത്. 2011 നിന്ന് 2014 എത്തുമ്പോൾ 11% നിന്ന് 37% BJPക്ക് NDAക്ക് വലിയ വളർച്ചയാണ് ആ മണ്ഡലത്തിൽ നേടാൻ കഴിയുന്നത്. 34.6% വോട്ടാണ് അവിടെ UDF നേടിയത്. 23.4% LDF നേടിയത്. 2016 31.87% NDA നേടി രണ്ടാം സ്ഥാനത്ത് വരുന്നു. 37.43% UDF നേടി ഒന്നാമതെത്തുന്നു. 29.5% മാത്രം 2006 ഇടതുമുന്നണിക്ക് നേടാൻ കഴിയുന്നു എന്നതാണ് ആ മണ്ഡലത്തിന്റെ ചിത്രം. വിജയൻ, എനിക്ക് തോന്നുന്നു ഹർഷനി, തിരുവനന്തപുരം ജില്ല ആ നിലയിൽ BJPക്ക് എന്തൊക്കെയോ രാഷ്ട്രീയ സാധ്യതകൾ നൽകുന്ന ഒരു ജില്ലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വട്ടിയൂർക്കാവ് അതിൻ്റെ ഒരു ക്ലാസിക് കേസായി നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഓരോ തെരഞ്ഞെടുപ്പ് ചെല്ലും തോറും നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജില്ല, ഏതാണ്ട് ഒരു ശരാശരി 30% വോട്ട് നേടാൻ പറ്റുന്ന ഒരു ജില്ലയായി BJPക്ക്. അതായത് നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞത് ഈ ഹിന്ദു മനസ്സ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. കാരണം അവിടെ ഏതാണ്ട് 29% മുകളിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് നേടിക്കഴിഞ്ഞു. രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളിലും കൂടെ BJP നേടിയിരിക്കുന്ന ഏറ്റവും വലിയ വോട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ 30% വോട്ടാണ്. 30% വോട്ട് എന്നത് ഹിന്ദു വോട്ടുകളിലെ ബഹുഭൂരിപക്ഷമാണ്. അത് നേടാൻ അവർക്ക് വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 5 നിയോജക മണ്ഡലങ്ങളിലെ മത്സര ചിത്രം വിശദമായി പരിശോധിക്കുകയായിരുന്നു ലൈവ് അത്തോണി 2.5 മണിക്കൂർ കൊണ്ട്. അത് അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ മറ്റ് സാധ്യതകൾ എന്തൊക്കെയാണ്, ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം.